നീണ്ട കഥയാണ്. പക്ഷെ 2024 ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് മിഷൻ ചെയ്യാൻ പോയി. അപ്പോഴേക്കും മിഷൻ്റെ അവസാനം ആയപ്പം 1 വർഷത്തേക്ക് മിഷൻ ചെയ്തു. എന്നിട്ട് അവസാനം ആയപ്പോഴത്തേക്ക് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. 3 ആഴ്ചത്തേക്ക് ന്യൂസിലൻഡിൽ മിഷന് പോകാൻ പോയി. അപ്പോഴത്തേക്കും ഹാരിസും 3 ആഴ്ചത്തെ മിഷന് വന്നു. അതിനു മുമ്പ് ഞങ്ങൾ മെയ്യിൽ മീറ്റ് ചെയ്തതായിരുന്നു ആദ്യമായിട്ട്. പക്ഷേ എനിക്ക് ആക്ച്വലി ഹാരിസിനെ പേടിയായിരുന്നു അന്ന് കണ്ടപ്പോൾ. ഭയങ്കര ജാടയാണെന്ന് ഓർത്ത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ മിഷന് പോയി. മിഷന് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്ടൊക്കെ മാറി. പക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. സെപ്റ്റംബറിൽ മിഷൻ ചെയ്തു. ഒക്ടോബറിൽ എന്നെ ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നവംബർ ആയപ്പോഴത്തേക്ക് കല്യാണം ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം ഓഗസ്റ്റിലായിരുന്നു. 6 മാസം കഴിഞ്ഞു. അടിപൊളിയാ, നല്ല രസമാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാം പെട്ടെന്ന് നടന്നു. ടോണി പറഞ്ഞ പോലെ ഒക്ടോബർ 1-ാം തീയതി ഞങ്ങൾ ഡേറ്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞ് കല്യാണം ഒക്കെ ഉറപ്പിച്ച് ഓഗസ്റ്റിൽ കല്യാണം ഇപ്പോൾ കഴിച്ചു. 6 മാസം എന്തോ ഞാനും വീണ്ടും പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് 6 മാസം ജീവിതം അടിപൊളിയായിരിക്കുന്നു. ഗ്രേറ്റ്, ബെറ്റർ ദാൻ ബിഫോർ. To my dearest friend on earth, there's no way to tell your worth. I could sail the distant sea, still be lonely. God said it's not good for man to be alone. I believe that you're my one and only. So come with me. You'll see when the sun is shining. കുറേ ഉണ്ട് ആക്ച്വലി ഇഷ്ടപ്പെട്ട. പക്ഷെ ഹാരിസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് പേഷ്യൻ്റാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പിക്കിയാണ്. ഇങ്ങനെ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് പറയണ്ടെന്ന് ഓർത്താലും ഞാൻ പറയും. പക്ഷെ അതൊക്കെ കേട്ട് പറ്റണ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതിൻ്റെ ഞാൻ പറയണതിൻ്റെ പകുതി പോലെ എന്നോട് പറയാറില്ല. സോ ഭയങ്കര പേഷ്യൻ്റാണ്. പിന്നെ എനിക്ക് എന്തേലും ഡിസ്കറേജ് ആയിട്ട് തോന്നിയാൽ അല്ലെങ്കിൽ പേടി നെർവസായിട്ട് വന്നാൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയും. പേടിയൊക്കെ മാറ്റാൻ ചിലപ്പോൾ ഒന്നും പറയേണ്ടിയിരിക്കും. പക്ഷെ കൂടെ വന്നിരിക്കുമ്പോൾ സപ്പോർട്ടാണ്. ടോണിയൊക്കെ നല്ല സ്നേഹമാണ്. ഇങ്ങനെ എല്ലാവർക്കും അവരുടെ ഇഷ്ടമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും എനിക്ക് എപ്പോഴും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റി. പിന്നെ രണ്ടാമത്തത് എല്ലാവരോടും നന്നായിട്ട് പെരുമാറും. ഒരു ജെന്യൂനായിട്ട് ഇന്നസെൻ്റായിട്ട്
ഒരു സിൻസിയറിറ്റിയോടെ എല്ലാവരോടും പെരുമാറുന്നത് എനിക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രപ്പോസ് ചെയ്തപ്പോഴാണ് മോതിരം കിട്ടിയത്, ആദ്യത്തെ മോതിരം. പ്രപ്പോസ് ചെയ്തത് അത് ആക്ച്വലി ഒത്തുകല്യാണത്തിൻ്റെ തലേദിവസം അതിനു മുമ്പ് ചെയ്യാനിരുന്നായിരുന്നു. പിന്നെ ആ പ്ലാനെല്ലാം മുടങ്ങിയതിന് ശേഷം ടോണിയ ഞങ്ങളെല്ലാവരും എല്ലാവരുടെ പ്ലാൻ പറഞ്ഞു. ടോണിയൊക്കെ മാത്രം അറിയത്തില്ലായിരുന്നു. അപ്പോൾ രാത്രി ടോണിയ എന്നെ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലോട്ട് കൊണ്ടാക്കാൻ പോയപ്പോൾ ടോണിയും കൂടി വന്നു. അന്നേരം ഞങ്ങളൊരു ചെറിയ ഡീറ്റൂർ എടുത്ത് ഞാനും പല കൂട്ടുകാരുടെ ഹെൽപ്പോടെ ഞങ്ങളൊരു സർപ്രൈസ് ടോണിയൊക്കെ കൊടുത്തു. രാത്രി 11 മണിക്കായിരുന്നു പ്രപ്പോസല്. അതെ, മനസ്സമ്മതത്തിന്റെ തലേദിവസം. പക്ഷെ എന്നാലും ഒപ്പിച്ചു. ചോദിക്കുമ്പോൾ ഞങ്ങൾ നിന്ന വീട്ടിലെ കൊച്ച് ചുമ്മാ എന്നോട് ചോദിക്കാൻ തുടങ്ങിയതാ. പക്ഷെ എന്നോട് ചോദിച്ചതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഹാരിസാ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷനായി. പിന്നെ എല്ലാത്തിനും കോമ്പറ്റീഷൻ കളിക്കണം എല്ലാം. ഇതുവരെ ഇപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ട് ഇടയ്ക്ക്. രണ്ടുപേരും കോമ്പറ്റീറ്റീവാണ്. പിന്നെ ഒരു പ്രാവശ്യം തെന്നി വീണു അവിടെ വീട്ടിൽ പോകുമ്പോൾ. പിന്നെ വേറെ ഒരാൾ തെന്നി വീണാൻ പോണത് കാണിച്ചതാ. പക്ഷെ അങ്ങനെ തന്നെ സ്ലോ മോഷനിൽ തന്നെ വീണു. With a grateful heart, give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus
celebration of Tonia and Harris. They begin their journey towards a lifetime of togetherness 6 months ago. Their journey since then has been filled with love, care and support from their families and friends. And it is heartening to see so many of their loved ones here today to celebrate with them. വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെയും ഒത്തുചേരൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടോണിയ ചേച്ചിയുടെയും ഹാരിസ് ചേട്ടന്റെയും കുടുംബാംഗങ്ങളില്ലാതെ ഈ വേദി കംപ്ലീറ്റ് ആവില്ല. നമുക്ക് വളരെ സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടിയോടെ ടോണിയ ചേച്ചിയുടെ പേരൻസായ തോമസ് അങ്കിളിനെയും മിനി ആന്റിയെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ടോണിയ ചേച്ചിയുടെ സഹോദരൻ ബ്രദർ ടോമിൻ ചേട്ടനെയും അനിയത്തി ടിയാറയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Next, I would like to invite Harris Chetan's parents to the stage. Welcome Thomas Uncle and Liji Auntie. I would also like to invite his dear siblings Manu and Elizabeth to the stage. ഒരു പുതിയ കുടുംബം ഇന്ന് ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ദൈവം ഒന്നിപ്പിച്ച ഈ താരങ്ങളെ ബ്ലെസ് ചെയ്യുന്നതിനായി ഫാദർ ജോർജ്, ഫാദർ ജോയി, ഫാദർ ജോബിൻ, ഫാദർ ജിസോയെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലി ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ വിവാഹത്തിന് ശേഷം നമ്മളോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുവാൻ അവർ കാണിച്ച വലിയ സ്നേഹത്തിനും കരുതലിനുമെല്ലാം ഒരു നന്ദി പറഞ്ഞുകൊണ്ടും അവർക്ക് വലിയ അനുമോദനങ്ങളും ആശംസകളും അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാനും നേരാനുമുള്ളൊരവസരമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ ദൈവമേ, ഈ നല്ല ദിവസം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് ഹാരിസും സോണിയായും അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകളെ നമ്മളോടൊത്ത് പങ്കുവെക്കാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ അനുഗ്രഹീത നിമിഷങ്ങളെ കർത്താവായ ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സഭയിൽ അനുഗ്രഹീത കുടുംബമായിട്ട് സ്നേഹത്തിലും നന്മയിലും ഒരുമിച്ച് വളരാൻ, പരസ്പരം വളർത്താൻ ഹൃദയ വിശാലതയും സ്നേഹവും കരുതലും ഇവർക്ക് ധാരാളമായിട്ട് നൽകണമേ. ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഇവരോടൊപ്പം ആയിരിക്കുമ്പോൾ അങ്ങയുടെ വലിയ ഇഷ്ടവും സ്നേഹവുമാണ് ഞങ്ങളെ ഈ മക്കളോട് ഒരുമിച്ചിരുന്ന് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അങ്ങ് ക്രമീകരണം ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവരുടെ എല്ലാ ജീവിതത്തിൻ്റെ ആശകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന് പ്രിയമുള്ളതായ ഒരു ജീവിതം നയിച്ച് അവിടത്തേക്ക് മഹത്വം കൊടുക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തുടക്കമായിട്ട് എന്നും ഇന്ന് എത്ര സന്തോഷത്തോടു കൂടി അവർ പരസ്പരം കാണുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവോ അതെല്ലാം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ തുടരാനായുള്ള കൃപ അവർക്ക് നൽകണമേ. ആദ്യത്തെ കുടുംബമായ ആദം ഹൗവായെ നോക്കി പറഞ്ഞതുപോലെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞ് ദൈവം തനിക്ക് ഇണയും തുണയുമായി തന്ന ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയും കരുതുകയും താൻ തന്നെ എന്ന് സ്വന്തമെന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ തോബിയാസ് തൻ്റെ പ്രിയപ്പെട്ട സാറായോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് ഇണയായി തുണയായി തന്ന ഈ സാറായോടൊത്ത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. തോബിയാസ് പ്രാർത്ഥിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന തന്നെ ആയിരിക്കട്ടെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലും എന്നും അവർ പ്രാർത്ഥിക്കാൻ, പരസ്പരം ജീവിതത്തിൻ്റെ നന്മകളിലും സന്തോഷങ്ങളിലും എല്ലാ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നിറഞ്ഞ നിമിഷങ്ങളിലും ഒരു മനസ്സോടെ നിൽക്കാൻ, ഒരുമിച്ച് നേരിടാൻ, എല്ലാത്തിലും അവർക്ക് വിജയം വരിക്കാൻ, ഹൃദയത്തിൻ്റെ ഒരുമയോടുകൂടി മുന്നോട്ട് പോകാൻ സ്നേഹത്തിൽ അവരെ വർദ്ധിപ്പിക്കണമേ. ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹവും സന്തോഷവും
ഇവരെന്നും സ്നേഹത്തിൽ നിലനിന്ന് സന്തോഷമുള്ളൊരു ഭവനമായി ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ എല്ലാ ചിന്തകളെയും നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഒരുമിച്ച് കൂടുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇവർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കാവൽക്കാരെ, പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിന് ഈ തുടക്കം മുതൽ അവസാനം വരെ സംരക്ഷണവും വഴിയൊരുക്കിയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങളെല്ലാ പ്രാർത്ഥനകളെയും ഈശോയുടെ സ്നേഹത്തിനു മുമ്പിൽ ഈ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ കുടുംബം എന്ന വലിയ സ്വർഗീയ സന്തോഷത്തെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. ടോണിയെയും ഹാരിസിനെയും നമുക്ക് പരിചയപ്പെടാം. ടോണിയ സിഡ്നി, ഓസ്ട്രേലിയയിൽ ബാച്ചിലർ ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് മാസ്റ്റർ ഇൻ ഓർത്തോട്ടിപ്സ്. ഹാരിസ് സിഡ്നി, ഓസ്ട്രേലിയയിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എഞ്ചിനീയർ EM വിഷൻ. നമുക്ക് ടോണി ശിശുയുടെ ഫാമിലിയെ പരിചയപ്പെടാം. തോമസ് അങ്കിളും ഫാമിലിയും നാട്ടിൽ പുതിയകാവ്, എറണാകുളമാണ്. ഇവർ സെറ്റിൽ ആയിരിക്കുന്നത് സിഡ്നി, ഓസ്ട്രേലിയയിലാണ്. തോമസ് അങ്കിൾ ഓസ്ട്രേലിയയിൽ സപ്പോർട്ട് വർക്കർ ആൻഡ് ബിസിനസ്മാൻ ആണ്. മിനി ആൻറ്റി സിഡ്നി ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. സഹോദരൻ ബ്രദർ ടോമിൻ കുരിശങ്കൽ അച്ഛൻ പഠിത്തത്തിനായി സെൻറ്റ് ജോൺ പോൾ 2ാം വർഷ തിരുമുടിക്കുന്ന് സെമിനാരിയിൽ പഠിക്കുന്നു. അടുത്തതായി ടോണി ശിശുയുടെ അനുജത്തി ടിയാര ബാച്ചിലർ ഓഫ് സ്പീച്ച് പത്തോളജി ഓസ്ട്രേലിയയിൽ പഠിക്കുന്നു. ഇനി നമുക്ക് ഹാരിസ് ചേട്ടൻ്റെ കുടുംബത്തെ പരിചയപ്പെടാം. തോമാച്ചൻ അങ്കിൾ റെന ന്യൂസിലാൻഡ് ലിമിറ്റഡിൽ മിഷൻ ഓപ്പറേറ്ററായി വർക്ക് ചെയ്യുന്നു. ലിജിയാൻഡി ന്യൂസിലാൻഡിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. സഹോദരൻ മാനുവൽ MBM കോഴ്സിന് പഠിക്കുന്നു. ആൻഡ് അനുജത്തി എലിസബത്ത് LLB പഠിക്കുന്നു. അടുത്തതായി ക്യാൻസർ സെറമണിയാണ്. തിരി തെളിയിക്കാനായി ടോണി ശിശുവിനെയും ഹാരിസ് ചേട്ടനെയും ക്ഷണിക്കുന്നു. Cake cutting ceremony. I would like to invite the couple to perform a special time-honored tradition, the cake cutting ceremony. As they cut this cake together, they signify their commitment to each other. Haris and Tonia, as you cut the cake, we wish your love to grow sweeter and stronger with each passing day. May this ceremony be a symbol of love and joy that you bring to each other's life. ഉണ്ടാകുന്ന എല്ലാ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സന്താപങ്ങളും വിജയപരാജയങ്ങളും പരസ്പരം പങ്കുവെച്ച് ഒത്തൊരുമയോടെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്കറിയാം ഇന്ന്
ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്, പ്രണയദിനമാണ്. രണ്ട് പ്രണയിനികൾ ഹാരിസും ടോണിയയും അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. 6 മാസം പിന്നിട്ടു. എങ്കിലും നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും വിവാഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനൊക്കെ അനുഗ്രഹമായി മാറുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, ഹാരിസിനെ എനിക്ക് 15 വർഷമായിട്ടറിയാം. ഞാൻ 2013 ഓക്ലൻഡിൽ ചെല്ലുമ്പോൾ ടോമി ചേട്ടനും ലീ ചേച്ചിയും അതുപോലെ ഹാരിസും മണിക്കുട്ടനും അതുപോലെ ലിസമോളുമൊക്കെ അവിടെ എന്നെ സ്വീകരിക്കുവാനായിട്ട് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ പരിചയമാണ്. പരിചയപ്പെടാനായിട്ട് കാരണം കൂടെയുണ്ട്. പേരും വീട്ടുപേരൊക്കെ ചോദിച്ചപ്പോൾ ചേർത്തലക്കാരനാണ് എന്ന് അറിഞ്ഞപ്പോഴേക്കും ടോമി ചേട്ടന് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നെടുമ്പ്രക്കാടാണ് എൻ്റെ വീട്. തൊട്ട് എൻ്റെ ഫൊറോനപ്പള്ളിയാണ്, മുട്ടം ഫൊറോനപ്പള്ളി. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് മുതൽ തുടങ്ങിയ പരിചയമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഓക്കലിനായിരുന്നപ്പോൾ അച്ഛന്മാരുടെ വലം കൈയായിട്ട് നിന്ന കുടുംബമാണ് ടോമി ചേട്ടൻ്റെയും ലീച്ചേച്ചിയുടെയും കുടുംബം. കാരണം എല്ലാ കുർബാനയ്ക്കും നമുക്കറിയാം, നമ്മൾ ലത്തീൻ പള്ളിയാണ് കുർബാന നടക്കുന്നത്, സൂറ മലബാറിൻ്റെ കുർബാന നടക്കുന്നത്. അപ്പോൾ അവിടെ കുർബാനയ്ക്ക് ഒരുക്കുന്നത് മൈക്ക് സെറ്റ് അതുപോലെ മറ്റു ആൾക്കാരൊക്കെ ഒരുക്കാനായിട്ട് ഹാരിസും അതുപോലെ ടോമി ചേട്ടനും കുടുംബവും ഒക്കെ നേരത്തെ വരുമായിരുന്നു. നേരത്തെ വന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് അച്ഛന്മാർ വരുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ അഭിമാനത്തോടെ ഇവരെ ഓർക്കുകയാണ്. ഇവരുടെ ഈ കുടുംബം, ടോമി ചേട്ടനും കുടുംബവും ഹാരിസും ഒക്കെ ഓക്ലൻഡ് സീറോ മലബാർ കമ്മ്യൂണിറ്റിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുകയാണ്. അന്ന് ചെറിയ സമൂഹമായിരുന്നു, വലിയ സമൂഹമൊന്നും ആയി. ഇന്നിപ്പോൾ 2000-ലധികം ഫാമിലീസ് ഓക്ലൻഡിലുണ്ട്. അന്ന് ഏകദേശം ഒരു 450-500 ഫാമിലീസേ ഉള്ളൂ. എങ്കിലും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യുവാനായിട്ട് ഹാരിസിന് സാധിച്ചിട്ടുണ്ട്. കാരണം ഹാരിസ് ആയിരുന്നു അവിടെ കീബോർഡ് പ്ലേ ചെയ്തിരുന്നത്, അൽത്താര ബാലനായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല നാളുകളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞാൻ ഓർക്കുകയായിരുന്നു. ഞാനും ഹാരിസും കൂടി ഒരു ധ്യാനത്തിന് പോയിട്ടുണ്ട്. ധ്യാനം നടത്താനായിട്ട് പോയി, യൂത്തിൻ്റെ ധ്യാനത്തിനാണ് പോയത്. അപ്പോൾ ഞാനത് ഓർക്കുകയാണ്. ഹാരിസ് കീബോർഡൊക്കെ പ്ലേ ചെയ്യുമായിരുന്നു. നല്ലൊരു പിയാനോ അല്ലെങ്കിൽ കീബോർഡ് വായിക്കുന്ന വ്യക്തിയാണ് ഹാരിസ്. ഒത്തിരി കഴിവുകളും ടാലൻ്റൊക്കെ ഉള്ള വ്യക്തിയാണ് ഹാരിസ്. ഹാരിസിനെ അഭിമാനത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ടോണിയയും എല്ലാ നന്മകളും ഉള്ള കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും, പ്രത്യേകിച്ച് ഓക്കലിൽ നിന്ന് ജോസങ്ങളും ഫോൻസിയാൻ്റെയും ജിയോ കുട്ടനൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവർക്ക് എല്ലാവിധ മംഗളങ്ങളും വിവാഹത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
ജില്ലം ജില്ലല സംഗീതം നുരയിടും കടല് പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ സംഗീതം നുരയിടും കടല് പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ അഴകേറും വെൺപാവേ കനകപ്പൂച്ചിറകിൽ കസവുണ്ട് നെഞ്ചിൽ മഞ്ചിൽ മലരുണ്ട് സ്വപ്നം കാണാൻ കൊതിയുണ്ട് ശരാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരും സംഗീതം ഷാരോൺ നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിമിന്നിൻ റാന്തൽ പൂവെട്ടം ചിലമ്പൊലിയെ രാത്രി മുറ്റത്തല്ലേ ഉല്ലാസപൂരം ചിലമ്പൊലിയെ രാത്രി